സ്മൃതി പരുത്തിക്കാട്. SNDPയുടെ നേതാക്കൾ CPM-എതിരായിട്ടുള്ള വിമർശനം വ്യക്തിപരമായിട്ടുൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നിലപാടുകളാണ് SNDP എല്ലാ കാലത്തും ശ്രീനാരായണ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉയർത്തി പിടിക്കുന്നത്. എന്നാൽ BDJS-ന്റെ രൂപീകരണത്തോടെ BDJS-നെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് RSS-ന്റെ അജണ്ട SNDP മേഖലയിൽ കാവ്യവൽക്കരണം പൂർത്തിയാക്കാനാണ്. ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം. അത് വിളിച്ചതായിട്ടൊന്നും എനിക്കറിയില്ല. ശാഖായോഗങ്ങളായിട്ട് അവർക്ക് വിളിക്കാൻ ഏതാനും സാധിക്കില്ല. പിന്നെ അനുഭാവികളായ പാർട്ടിക്കാരെയൊക്കെ അവർക്ക് വിളിക്കാം, ആർക്കും വിളിക്കാമല്ലോ. പിന്നെ ഈ നിങ്ങൾക്കൊരു കാര്യമില്ല, പണ്ട് അങ്ങനൊരു മണ്ഡലത്തിലൊന്നും പാർട്ടി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം SNDP ഒന്ന് ഇത്രയും വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും ആ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരായാലും ചരിത്രത്തിൽ വളരെ മോശമായ ഏടുകളിൽ അവർ ചരിത്രം എഴുതേണ്ടി വരും. പക്ഷെ ഇതൊന്നും അങ്ങനെയുള്ളൊരു മണ്ഡലത്തിലൊന്നും പാർട്ടി പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് പ്രബലമായി വളർന്നു നിൽക്കുന്ന SNDP യോഗം തകർക്കാനായിട്ടും തളർത്താനായിട്ടും അടിച്ചു തകർക്കാനായിട്ടും പിന്നെ ഇന്ന് ഇടതുപക്ഷം വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമല്ല അവർക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ടാകും. നമസ്കാരം. വെള്ളാപ്പള്ളി സോഷ്യലിസ്റ്റാണ്. പിണറായി വിജയൻ പരമയോഗ്യനാണെന്നും മൂന്നാമൂഴത്തിന് വരെ സാധ്യത പിണറായിക്കുണ്ട് എന്നും വെള്ളാപ്പള്ളിക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ MV ഗോവിന്ദനെ കുറിച്ച് അങ്ങനെയല്ല. വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ വെള്ളത്തിൽ തള്ളി രക്ഷപ്പെടുന്ന രീതിയാണ് MV ഗോവിന്ദനെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് കാരണം ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ടതാണെന്നും അത് തിരിച്ചുപിടിക്കാൻ യൂണിയനുകളുടെ യോഗം വിളിക്കാനുമാണ് CPM-ന്റെ തീരുമാനം. യോഗത്തെ വെള്ളാപ്പള്ളി സംഘപരിവാറിലേക്ക് അടുപ്പിക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടെ CPM സമ്മർദ്ദം എത്രത്തോളം വിജയിക്കും? പാർട്ടിയുടേത് മണ്ടത്തരമെന്ന വെള്ളാപ്പള്ളി പരിഹസിക്കുമ്പോൾ യോഗത്തിൽ പാർട്ടിയുടെ ഇടപെടൽ ഏതുവരെ? യോഗത്തിൽ യോഗം വിജയിക്കും. ചർച്ചയിൽ ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് അനിൽ ബോസ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ഹസ്കറിലേക്ക് പോവുകയാണ്. ഹസ്കർ, ഇപ്പോൾ ഈഴവ വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് CPM-ന്റെ വിലയിരുത്തലാണ്. അത് തിരിച്ചുപിടിക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ് യോഗം വിളിക്കുക എന്നുള്ളത്. പാർട്ടി ശാഖകളിൽ തന്നെ യോഗം വിളിക്കുന്നു, യൂണിയനുകളുടെ യോഗം വിളിക്കുന്നു. ആ തരത്തിൽ സംഘപരിവാറിലേക്ക് പോകുന്ന ശ്രമത്തെ തടയാൻ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയോട് എതിർപ്പുള്ളവരുടെ പിന്തുണ തേടിക്കൊണ്ട് വെള്ളാപ്പള്ളിയിൽ സമ്മർദ്ദം ചെലുത്താൻ, ഇതൊക്കെയാണ് പാർട്ടിയുടെ ആലോചന. അത് ഫലപ്രദമാകുമോ? സ്മൃതി, ഇതിനെ കാണേണ്ടത് CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും എല്ലാ കാലത്തെയും വോട്ട് ബാങ്കുകൾ അല്ലെങ്കിൽ CPM-ന്റെ അണികളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈഴവ സമുദായാംഗങ്ങളായിരുന്നു എന്നുള്ള വസ്തുത ഒരിക്കൽ പോലും അങ്ങനെ നിരാകരിക്കാനാവില്ല. സ്വാഭാവികമായും ഈഴവ സമുദായാംഗങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തു നിന്ന് അകലുന്നതിൻ്റെ പ്രധാന കാരണമായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകുന്ന BDJS-ന്റെ അടക്കമുള്ള ഈഴവ സമുദായങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അതൊരു സംഘപരിവാർ വൽക്കരണത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വസ്തുത CPM വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് CPM ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ഇക്കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടത് പഴയ കള്ളുകച്ചവടക്കാരനിൽ നിന്ന് സാമുദായിക നേതാവിൻ്റെ മേലങ്കി അണിയിക്കുന്നതിന് CPM-ന്റെ നേതാക്കന്മാരും ഒഴുക്കിയ വിയർപ്പിൻ്റെ വില എത്രയെന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. VS-ന്റെ കാലഘട്ടത്തിൽ അന്ന് ശ്രീ MK രാഘവനൊക്കെ ആയിരുന്നു SNDP യോഗത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്നത്. സ്വാഭാവികമായും ആ കാലഘട്ടത്തിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പോലുള്ള സാമുദായിക നേതാവിൻ്റെ എഴുന്നേൽപ്പ് നാം കാണുന്നത്. അപ്പോൾ അന്ന് ആ സാമുദായിക നേതൃത്വം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി VS അടക്കമുള്ള ആളുകളും സ്വാമി ശാശ്വതീകാനന്ദ അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ സമുദായത്തിനിടയിൽ എത്രത്തോളം സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും CPM-ന് ആ സമുദായത്തിനുള്ളിൽ എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്നുള്ളതും വളരെ കൃത്യമായി ബോധ്യമുള്ള ആൾ തന്നെയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടാണ് പുതിയ കേരളത്തിൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള പരാജയത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു പരീക്ഷണം
അദ്ദേഹത്തെ പോലുള്ള ഒരാൾ എല്ലാ കാലത്തും ഒരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെയാണ് പലപ്പോഴും പെരുമാറിയിട്ടുള്ളത്. അതൊരു പുതിയ അറിവാണോ ശ്രീ ബി എൻ ഹസ്കർ? അതൊരു പുതിയ അറിവാണോ? ഈ BDJS രൂപീകരണം തന്നെ ഒരു സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് ശേഷമായിരുന്നല്ലോ. ആ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി എടുത്ത സമീപനം, ആ BDJS എന്ന പാർട്ടി അത് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ വർഗീയ പ്രതികരണങ്ങൾ, അതൊക്കെ CPM കണ്ടിട്ടുള്ളതാണ്. ആ സമയത്ത് CPM അതിശക്തമായി പ്രതികരിച്ചു. അങ്ങനെ വെള്ളാപ്പള്ളിക്ക് അല്പം പിന്നാക്കം നിൽക്കേണ്ടി വന്നു. BDJS വേറെ, SNDP യോഗം വേറെ എന്നൊരു നിലപാടെടുക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറയുമ്പോൾ അവിടെ മോദിയും ഇവിടെ പിണറായിയും എന്ന് ആവർത്തിച്ചു പറയുന്ന വെള്ളാപ്പള്ളിയെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കും? ഇനി മറിച്ചാണ് വെള്ളാപ്പള്ളി അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി പുകഞ്ഞ കൊള്ളി എന്നൊരു നിലപാടിലേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായി പോകാനും പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ ഈ വർഗീയ പ്രതികരണങ്ങൾ, ഈ മുസ്ലിം പ്രീണനമടക്കം അതിലപ്പുറമുള്ള പ്രതികരണങ്ങൾ വെള്ളാപ്പള്ളിയിൽ നിന്ന് ആവർത്തിച്ച് വരുമ്പോഴും നവോത്ഥാന സമിതി അധ്യക്ഷനായി അദ്ദേഹം തുടരുകയാണ്. അല്ല, ഇതിൽ കാണേണ്ട പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഒരു ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന് അതിൻ്റെ ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത കാരണം നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം തുടരാൻ യാതൊരു തരത്തിലും അർഹതയല്ല എന്ന് വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒന്നുകിൽ അത് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പിടിച്ച് പടിക്ക് പുറത്താക്കണം എന്നുള്ളതാണ്. കാരണം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന സ്ഥാപനമാണ് എന്ന് പ്രഖ്യാപിച്ചുള്ള ശ്രീനാരായണ ദർശനത്തിൻ്റെ എതിരു നിന്ന് എപ്പോഴും മതസ്പർദ്ധ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും വിദ്വേഷ പ്രചരണം മാത്രം നാവിൽ നിന്ന് വഴുതി വീഴുകയും ചെയ്യുന്ന ബോധപൂർവ പ്രചരണം നടത്തുന്ന ഒരു വ്യക്തിയായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സമുദായ നേതാവ് എന്ന നിലയ്ക്ക് തരം താണിരിക്കുന്നു. ഒരു ഈഴവ സമുദായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിൻ്റെതായ അവകാശമുണ്ട്, അദ്ദേഹത്തിന് എന്തും പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നതിനുള്ള അവകാശമില്ല. അദ്ദേഹത്തെ പിടിച്ച് പടിക്ക് പുറത്താക്കണം എന്ന നിലപാട് താങ്കളുടേതടക്കം MV ഗോവിന്ദന്റെ അടക്കം പാർട്ടിയിലെ ന്യൂനപക്ഷത്തിന്റെ ശബ്ദമാണ് ഇതെന്ന് പറഞ്ഞാൽ താങ്കൾ അതിനോട് എത്രത്തോളം യോജിക്കും? കാരണം MV ഗോവിന്ദൻ പരസ്യമായി തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളിയെ വിമർശിച്ചിട്ടുണ്ട്. അതിരൂക്ഷമായ പ്രതികരണങ്ങളില്ലെങ്കിലും വിമർശിച്ചിട്ടുണ്ട്. പാർട്ടി എടുക്കുന്ന നിലപാട് എന്തുകൊണ്ട് SNDP ഏത് രൂപത്തിൽ പ്രവർത്തിക്കണമെന്നടക്കം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയിട്ടാണല്ലോ പാർട്ടിക്ക് അതിനോട് അടുപ്പമുള്ളത്. ആ കാര്യങ്ങളടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ആലപ്പുഴയിൽ യോഗം ചേർന്നപ്പോൾ എന്താണ് അവസ്ഥ? G. സുധാകരൻ എന്താണ് പരസ്യമായി പറഞ്ഞത്? ആലപ്പുഴയിലെ മുഴുവൻ നേതാക്കളും വെള്ളാപ്പള്ളിയാണ് ശരി എന്നതിലേക്ക് എത്തുകയാണ്. അപ്പോൾ എവിടെയാണ്, എന്ത് തരത്തിലുള്ള യോഗമാണ് ഇപ്പോൾ പാർട്ടിക്ക് നടത്താനാവുക? ആദ്യം പാർട്ടിക്കുള്ളിലൊരു യോഗം നടത്തേണ്ടി വരും. സ്മൃതി, ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് CPM-ന്റെ അവസാന വാക്ക്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിലൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇങ്ങനെ സമയാസമയങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് വസ്ത്രം മാറി തൻ്റേതായ കാരണങ്ങൾക്ക് വേണ്ടി, തൻ്റേതായിട്ടുള്ള ഇംഗിതങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ വളരെ കൃത്യമായ രീതിയിൽ അർഹിക്കുന്ന മറുപടിയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നൽകിയിട്ടുള്ളത്. അതാണ് പാർട്ടിയുടെ നിലപാട്, അതാണ് പാർട്ടിയുടെ ലൈൻ. അതുകൊണ്ട് ഇതൊരു ന്യൂനപക്ഷ ശബ്ദമല്ല. CPM-നുള്ളിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുള്ളിൽ നിന്നും മഹാഭൂരിപക്ഷം വരുന്ന ഈഴവ സമുദായങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദം തന്നെയാണ്. സ്വാഭാവികമായും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ ശ്രീനാരായണ ദർശനത്തിനുമുള്ള ഏറ്റവും വലിയ സ്വീകാര്യത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുമായി ചേർന്നു നിൽക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്. ആ താതാത്മ്യമാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം പൊളിച്ചെടുക്കാനും അതിനെ ചാതുർവർണ്ണയത്തിൻ്റെ ലയത്തിൽ കൊണ്ട് കെട്ടുന്നതിനും വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളെ ശ്രീനാരായണീയർ തന്നെ എതിർക്കുമെന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാഴ്ചപ്പാട്. കാരണം ഇവിടൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പരമപ്രധാനമായി പറയുന്നത് മുസ്ലിം പ്രീണനമാണ്. മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് തൊഴിലിടങ്ങളിൽ, അതുപോലെ ഭൂമിയുടെ വിനിയോഗത്തിൽ, സമ്പത്തിൻ്റെ വിനിയോഗത്തിലൊക്കെ മുസ്ലിം സമുദായം കേരളത്തിൽ അനർഹമായതെന്തോ നേടി എന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ട്. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടും സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും കൃത്യമായി നമ്മുടെ മുന്നിൽ പൊതുമണ്ഡലത്തിൽ ഉള്ളതാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് പുതിയൊരു സമിതിയെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ ഒരു പഠനം നടത്തുക, സമുദായങ്ങൾക്കിടയിൽ ഏതൊക്കെ തരത്തിൽ സമുദായങ്ങൾക്ക് അർഹമായ വിഹിതങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പഠനം നടത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യത. അത് നടത്തിക്കഴിഞ്ഞാൽ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു കണക്ക് നമ്മുടെ മുന്നിലുണ്ടാവും. 12 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള നരേന്ദ്രൻ കമ്മീഷൻ്റെയോ അതുപോലെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയോ അതല്ലെങ്കിൽ സ്വകാര്യമായി നടത്തിയിട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അടക്കമുള്ള
അടക്കമുള്ള പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വിലയിരുത്തലിൽ ഇപ്പോൾ എത്താനാവില്ല. സ്വാഭാവികമായി മുസ്ലിം സമുദായത്തിന് അനർഹമായി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി കണക്കുകളിലൂടെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ അനർഹമായി നേടിയിട്ടുണ്ട് എങ്കിൽ അത് കണക്കെടുപ്പ് നടത്തേണ്ട ഉത്തരവാദിത്വം ഒരുപക്ഷെ സ്വകാര്യ വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് ആർക്കുമില്ല. അത് സംസ്ഥാന സർക്കാരിൽ മാത്രമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ SNDP യോഗത്തിൽ ഭൂരിഭാഗവും നിങ്ങളോടടുത്തിരിക്കുന്നു എന്നുള്ളതാണ് CPM-ന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ അടുത്തതുകൊണ്ടാണല്ലോ വലിയ തോതിൽ വോട്ട് ചോർച്ച CPM-നുണ്ടായത്. അപ്പോൾ അത് നേരിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി യോഗത്തിനകത്ത് യോഗം ചേരാനുള്ള ഒരു ആലോചനയിലേക്ക് CPM കടക്കുന്നു. BJP അതിനെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളെ സംബന്ധിച്ചപ്പോൾ SNDP യോഗത്തിൽ വലിയ സ്വാധീനം നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്നൊരു അഭിപ്രായമാണോ ഉള്ളത്? സ്മൃതി, ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് CPM-ൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ വിലയിരുത്തൽ തികച്ചും തെറ്റായൊരു വിലയിരുത്തലാണ് എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPM തോൽക്കാനുള്ള കാരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുഴപ്പങ്ങളല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം SNDP ആണ് എന്ന് കണ്ടെത്തുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ SNDP യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശാഖകളുടെ യോഗം വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക. SNDP സമൂഹത്തെ തന്നെ ആ വിഭാഗത്തിൻ്റെ സംഘടനാ സംവിധാനത്തെ തന്നെ തകർക്കുന്ന തരത്തിൽ അതിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. അതിനുള്ളൊരു കോപ്പുകൂട്ടലാണ് CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിനവർ കണ്ടെത്തിയ ഒരു വിഷയമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള കാരണം അത് SNDP സമൂഹത്തിൻ്റെ വോട്ട് ചോർച്ചയിൽ നിന്നുണ്ടായതാണ് എന്ന് വിലയിരുത്തി അത് പുറത്തു പറഞ്ഞ് അങ്ങനെ ഒരു ധാരണ അവരുടെ പ്രവർത്തകരിലും അണികളിലും സൃഷ്ടിച്ച് ആ ശാഖായോഗങ്ങളിൽ നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുക. ഇതിന്റെ അവർക്ക് ബൂത്ത് തലത്തിൽ തന്നെയുള്ള കണക്കുകളുണ്ട്. CPM-നെ സംബന്ധിച്ച് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് നഷ്ടപ്പെട്ടു, അത് BJP-യിലേക്ക് പോയി എന്നുള്ളത് അവരുടെ കണക്കെടുപ്പിൽ ബോധ്യമായ കാര്യമാണ്. സ്മൃതി, ഇവിടെ ബംഗാളിലും ത്രിപുരയിലുമെല്ലാം എങ്ങനെയാണ് CPM-ന് സർക്കാരുകൾ നഷ്ടപ്പെട്ടത്? ഏത് സാഹചര്യത്തിലാണ് ആ പാർട്ടിയോട് ആളുകൾ എതിരായി നിൽക്കുന്ന സാഹചര്യമുണ്ടായത്? അതിൻ്റെ ചർച്ചകളെല്ലാം ഒരു സമൂഹത്തിലേക്ക്, ഒരു സമുദായത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, അവരെ അപമതിപ്പിക്കാൻ ശ്രമിക്കുക, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുക, അവരുടെ സംഘടനാ സംവിധാനത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരഞ്ഞെടുപ്പിന് ശേഷം നിരന്തരമായി CPM നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അതാണ്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ അതാ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ശ്രീ ഹസ്കസ് സൂചിപ്പിക്കുന്നത് സാമുദായികമായിട്ടുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ചാണ്. അത് കേരളത്തിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് ശ്രീ AK ആന്റണിയും ശ്രീമാൻ VS അച്യുതാനന്ദനുമാണ്. സാമുദായിക അസന്തുലിതാവസ്ഥയെക്കുറിച്ച് അസന്തുലിതാവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ 2 മുൻ മുഖ്യമന്ത്രിമാരാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ സാമുദായികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും CPM എടുത്തിട്ടുള്ള നിലപാട് അത് ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ചിന്താഗതിക്ക് വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെയും ഇന്നുമായി പുറത്തു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് നിർമ്മല കോളേജിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ നിർമ്മല കോളേജിലെ പ്രശ്നത്തിൽ CPM എടുത്തിട്ടുള്ള നിലപാടെന്താണ്, SFI എടുത്തിട്ടുള്ള നിലപാടെന്താണ്? അതൊരു സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. അത് തെറ്റ് കാണേണ്ടതില്ല. പക്ഷേ അതിന് കണ്ടെത്തുന്ന കാരണം മറ്റൊരു സമൂഹത്തിലേക്ക്, സമുദായത്തിലേക്ക്, സംഘടനയിലേക്ക് കടന്നു കയറി അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക, അവരുടെ സംഘടനാ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക, ഈ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അത് CPM-നെ പോലുള്ളൊരു പാർട്ടിക്ക് ഭൂഷണമാണ്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. വെള്ളാപ്പള്ളി എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയെ നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? നേരത്തെ ഹസ്കർ ഉപയോഗിച്ച വാക്ക് അവസരവാദി എന്നുള്ളതാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ആ രൂപത്തിലാണെന്ന് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ CPM-ൽ പിണറായി വിജയനെ മാത്രം അദ്ദേഹം ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് പിണറായി വിജയനെ മാത്രം പുകഴ്ത്തി സംസാരിക്കുക, മൂന്നാം ഊഴത്തിലേക്കും പിണറായി വിജയൻ പോകും എന്നിവിടെ കേരളത്തിലെ കാര്യത്തിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ആവർത്തിച്ച് പറയുക, അപ്പുറത്ത് ശോഭാ സുരേന്ദ്രനെ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുക, ഭാര്യയെ പ്രചാരണത്തിന് വിടുക, ഈ രൂപത്തിൽ 2 തരത്തിലും കളിക്കുന്ന ഒരു നേതാവ് നിങ്ങൾക്ക് എത്രത്തോളം ഗുണം ചെയ്യും? സ്മൃതി, അവിടെ ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എടുത്തിട്ടുള്ള നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എങ്ങനെ തള്ളിക്കളയാൻ കഴിയും?
അദ്ദേഹം ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ എന്താ അതിൽ തെറ്റുള്ളത്? അദ്ദേഹം ഹസ്കറിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ സ്മൃതിക്ക് അനുകൂലമായിട്ടോ അല്ലല്ലോ നിലപാടുകൾ സ്വീകരിച്ചത്, എനിക്ക് അനുകൂലമായിട്ടല്ലല്ലോ നിലപാടുകൾ സ്വീകരിച്ചത്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംവിധാനത്തിനും സമൂഹത്തിനും എന്താണോ ഗുണകരമെന്ന് തോന്നുന്നത് ആ നിലപാടുകൾ സ്വീകരിക്കുന്നു. അതിലെന്താ തെറ്റുള്ളത്? അതങ്ങനെ തന്നെ എല്ലാ സമുദായ നേതാക്കന്മാരും ചെയ്തിട്ടുള്ളത്. അതിൽ തെറ്റ് കാണേണ്ടതില്ല. പ്രത്യേകിച്ച് BJPയിലേക്ക് SNDP വോട്ടുകൾ ചോർന്നുപോയി. അത് ഞങ്ങൾക്ക് എല്ലാ സമൂഹത്തിൻ്റെ വോട്ടുകൾ കിട്ടുന്നില്ലേ? കേരളത്തിലെ വ്യാപകമായി എല്ലാ സമൂഹങ്ങളുടെയും വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയതുകൊണ്ടാണല്ലോ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കാര്യമായി വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. കേരളത്തിലെ എല്ലാ സമൂഹങ്ങളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും വോട്ടുകൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന വലിയ ജനവിഭാഗം, അതിന് ഒരു പ്രത്യേക സമൂഹം എന്നുള്ളതല്ല, എല്ലാ സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ SNDP വിഭാഗത്തിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്, നല്ല കാര്യമല്ലേ? അതിനെ തെറ്റായി കണ്ടുകൊണ്ട്, അതിനെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പമായി കണ്ടുകൊണ്ട് BJPക്ക് വോട്ട് കിട്ടി എന്നുള്ളതിൻ്റെ പേരിൽ ആ സമുദായത്തിൻ്റെ സംഘടനാ സംവിധാനത്തിൽ ഇടപെടാൻ ശ്രമിക്കുക, അതിനെ തകർക്കാൻ ശ്രമിക്കുക, അത് ഞങ്ങൾ പിടിച്ചടക്കുമെന്ന് പറയുക, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ? നടക്കാൻ പാടുള്ള കാര്യമാണോ? ഒരു സമുദായ സംഘടനയെ അങ്ങനെ തന്നെ ഞങ്ങൾ വിഴുങ്ങാൻ വേണ്ടി പോവുകയാണ്, ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കണം, ഇതൊരു ഉടമ അടിമ ബന്ധം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ? ഞങ്ങൾ ഇതിൻ്റെ ഉടമകളാണ്, ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഉടമകളാണ്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ആ സമൂഹം അടിമയായി നിൽക്കണം. അങ്ങനെ സാധിക്കുന്ന കാര്യമാണോ കേരളം പോലുള്ളൊരു സാമൂഹിക അന്തരീക്ഷത്തിൽ? അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. അതുതന്നെയാണ് ശ്രീ ഹസ്കർ ഈ ചർച്ചയിൽ ആവർത്തിക്കുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കൃത്യമായ കാര്യമല്ലേ? SNDP യോഗത്തിൻ്റെ ശാഖകളിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്താം എന്നുള്ളത് CPMൻ്റെ അബദ്ധമായിട്ടുള്ള ചിന്തയാണ്. അത് അബദ്ധമായിട്ടുള്ള ചിന്ത തന്നെയാണ്. അതിനെന്താ തെറ്റുള്ളത്? അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിലാണെങ്കിലും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മറ്റുള്ള വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, BJPയുടെ കാര്യത്തിലാണെങ്കിലും കൃത്യമായിട്ടുള്ളതാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന്, സമുദായത്തിന് എന്താണോ ഹിതകരമായിട്ടുള്ളത്, ഗുണകരമായിട്ടുള്ളത്, അത് അദ്ദേഹം മുന്നിട്ട് പറയുന്നു, അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. അത് BJPക്കൊപ്പമാണല്ലോ. അതേപോലെ തന്നെ CPMനും അവരെ അനുകൂലിക്കുന്നവരുടെ ഒരു വിഭാഗത്തെ ഒരുമിപ്പിക്കാനുള്ള സാധ്യതകൾ അവർക്ക് തേടാമല്ലോ. ഇതുവരെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കൊണ്ട് പിന്നാക്കം പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറിച്ച് ആലോചനകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. അതെങ്ങനെയാണ് തടയാനാവുക? അതെങ്ങനെയാണ് മണ്ടത്തരമാവുക? അതെല്ലാ സമൂഹങ്ങളിലും, എല്ലാ സമുദായങ്ങളിലും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ? അത് കോൺഗ്രസ് ആണെങ്കിലും, BJP ആണെങ്കിലും, CPM ആണെങ്കിലും, മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും, എല്ലാ സമൂഹത്തിൽ നിന്നുള്ള ആളുകളുടെ വോട്ടുകൾ അതാത് പാർട്ടികളിലേക്ക് വരാൻ വേണ്ടിയ ശ്രമങ്ങൾ എല്ലാ പാർട്ടികളും നടത്തുന്നതാണ്. അതിന് പ്രത്യേകമായി ഒരു സമൂഹം എന്നുള്ള നിലക്കല്ല, ഒരു സമുദായം എന്നുള്ള നിലക്കല്ല, അത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ കാണേണ്ടത് അവരുടെ സംഘടനാ സംവിധാനത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് CPMനെ നിയന്ത്രിക്കാൻ വേണ്ടി CPMലേക്ക് SNDP അവിടുത്തെ യോഗങ്ങൾ വിളിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറഞ്ഞാൽ, CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഞങ്ങൾ വിളിക്കാൻ പോവുകയാണ്, ഞങ്ങളുടെ അംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോകാൻ പോവുകയാണെന്ന് അവർ തിരിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും CPMൻ്റെ പ്രതികരണം? ആ രൂപത്തിലാണ് യോഗം എങ്ങനെയാണ് താങ്കൾ വ്യാഖ്യാനിക്കുന്നത്? ആ രൂപത്തിലാണ് യോഗം വിളിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? SNDP യോഗത്തെ ഹൈജാക്ക് ചെയ്യാനാണ് CPM ശ്രമിക്കുന്നത്, എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക? അങ്ങനെയല്ലെങ്കിൽ ശാഖാംഗങ്ങളുടെയും ശാഖാ ഭാരവാഹികളുടെയും യോഗം ഞങ്ങൾ വിളിക്കും എന്നുള്ള നിലപാടിലേക്ക് എങ്ങനെയാ പോകാൻ കഴിയുക? പാർട്ടി നിലപാടുള്ളവരുടെ നേരത്തെ പാർട്ടി അംഗങ്ങളായിട്ടുള്ളവരും ശാഖയുടെ ഭാഗമായിട്ടുണ്ടല്ലോ. അവരെ പ്രത്യേകം വിളിച്ചിട്ട് നമ്മുടെ സ്വാധീനം എങ്ങനെ കുറഞ്ഞു, അത് തിരിച്ചു പിടിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് അവർക്ക് വിലയിരുത്താം, പാർട്ടിക്കാർക്ക് വിലയിരുത്താം, പാർട്ടി സംഘടനാ സംവിധാനത്തിൽ വിലയിരുത്താം, തങ്ങൾക്കതിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്താം. അതിൽ പാളിച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. കാരണം ആ സമൂഹത്തിന് അവർക്ക് അർഹപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങൾ ഈ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള അവർ എത്രയോ തവണ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഈ സർക്കാർ എടുക്കുന്ന തെറ്റായ നടപടികളെ സംബന്ധിച്ചും നിലപാടുകളെ സംബന്ധിച്ചും അവർ എത്ര തവണ തുറന്നു പറഞ്ഞിരിക്കുന്നു. അതിൽ നിലപാട് സ്വീകരിക്കാത്ത കൊണ്ടാണല്ലോ ആ സമൂഹം ഒന്നടങ്കം മാറ്റമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ മാറി ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും എല്ലാം സംഭവിച്ചത്. സ്ഥാനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്ന ആളുകൾ തങ്ങളോടൊപ്പം. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇപ്പോൾ CPM നടത്താനിരിക്കുന്ന തിരുത്തലിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി യോഗത്തിലെടുത്തിരിക്കുന്ന വലിയ തീരുമാനം, കോൺഗ്രസ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസിനോടും മമതയില്ല, ഗാന്ധി പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുപോലെ ഞങ്ങളെ അവഗണിച്ചു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ആവർത്തിച്ച് പറയുന്നത്. ഈ ഘട്ടത്തിൽ CPM എടുക്കുന്ന ഈ തിരുത്തൽ നടപടിയെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്?
സ്മൃതി, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ 20 പാർലമെന്റ് സീറ്റിലേക്ക് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 18 സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചത് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് മത്സരിച്ചാണോ പിണറായി വിജയന്റെ മുന്നണിക്കെതിരായിട്ട് മത്സരിച്ചാണോ? എനിക്ക് മനസ്സിലായില്ല. ജനങ്ങൾ ഞങ്ങൾക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകിയത് വെള്ളാപ്പള്ളി നടേശനോട് പിണങ്ങിയാണോ, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചാണോ, അതോ കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആ മുന്നണിയുടെ പ്രവർത്തന വൈകല്യം കൊണ്ടാണോ? ഏതുകൊണ്ടായിരിക്കും? അത് പറ, എന്നിട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. സ്മൃതിയുടെ ഒപ്പീനിയൻ എന്താ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് വെള്ളാപ്പള്ളിക്കെതിരായിട്ടാണോ? ആരാണ് തിരുത്തേണ്ടത്? പിണറായി വിജയനാണോ തിരുത്തേണ്ടത്? വെള്ളാപ്പള്ളി നടേശനാണോ തിരുത്തേണ്ടത്? അതാണ് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട വിഷയം. അതാണ്. അല്ല, വെള്ളാപ്പള്ളി നടേശനത് നേതാക്കൾ തീവ്ര നിലപാടാണെന്നും മുസ്ലിം വിരുദ്ധ നിലപാടാണ് എന്നൊരു അഭിപ്രായം താങ്കൾക്കില്ലേ? കോൺഗ്രസിനില്ലേ? മുസ്ലിം പ്രീണനം എന്ന് പറയുമ്പോൾ നിങ്ങളും പ്രീണനം എന്നുള്ള വാദം ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അപകടമുണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ് ഇവിടെ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ളതെന്ന് താങ്കൾ കേട്ടിട്ടുള്ളതല്ലേ? അല്ലെ, അതിലേക്ക് വരാമെന്നേ. അതിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആ ചർച്ചയ്ക്കുള്ള പൊസിഷൻ എത്തട്ടെ, ഞാനപ്പോൾ പറയാം അതിനെക്കുറിച്ച്. എൻ്റെ ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ആരുടെ ഭാഗത്തെ വീഴ്ച കൊണ്ടാണ്? എന്ത് തെറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുമുന്നണിക്ക് ഇത്രയും വലിയ ശക്തമായ തിരിച്ചടിയേറ്റത്? അവരുടെ ജില്ലാ ഘടകങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്? അവരുടെ മുന്നണിയിലെ ഘടകകക്ഷി പാർട്ടിയായിട്ടുള്ള CPIയുടെ ഘടകങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തിയിട്ടുള്ളത്? ആരാണ് തിരുത്തേണ്ടത് എന്ന് അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ, താങ്കൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ ആര് തിരുത്തണം എന്നാണ് CPIയുടെയും CPMന്റെയും കീഴ്ഘടകങ്ങൾ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ആ തിരുത്തലിലേക്ക്, ആ കണ്ടെത്തലുകളിലേക്ക് വരാൻ CPM ഭയക്കുന്നത്? ഇവിടെ SNDP യോഗത്തെ തിരുത്താൻ, അല്ലെങ്കിൽ NSSനെ തിരുത്താൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളെയോ സാമൂഹിക സാമുദായിക സംഘടനകളെയോ തിരുത്താൻ പോകുന്നതിനപ്പുറം എന്തുകൊണ്ട് ഈ തിരിച്ചടി ഉണ്ടായി? ആ തിരിച്ചടിക്ക് കാരണക്കാരൻ ആരാണ് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും അവിടെ തിരുത്തലിന് എന്താ CPM തയ്യാറാകാത്തത്? അത് പറയാനുള്ള നട്ടൽ എന്തുകൊണ്ടാണ് ഒരു CPM നേതാവിനും ഇല്ലാത്തത്? അതല്ലേ പ്രശ്നം. തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണിക്കേറ്റ പരാജയത്തിന്റെ കാരണക്കാരനെ വിമർശിക്കാനുള്ള നട്ടല് എന്തുകൊണ്ട് CPMലെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ആ ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്ക് പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അവരുടെ പാർട്ടി ഘടകങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ സ്മൃതി? ആ വിഷയം ചർച്ച ചെയ്ത് തിരുത്തേണ്ടതിന് പകരം അവർക്കെതിരെ ജനം വോട്ട് ചെയ്തു. ഇനി SNDP യോഗത്തിൽപ്പെട്ടവർ ഇടതുപക്ഷ മുന്നണിക്കെതിരായി വോട്ട് ചെയ്തു. അനീതിക്കെതിരെ എക്കാലവും നിലപാടെടുത്തിട്ടുണ്ടെന്ന് SNDP യോഗത്തിൽപ്പെട്ടവർ. അത് ഏതെങ്കിലും ആളുകളുടെ വ്യക്തികളുടെ തിട്ടൂരമനുസരിച്ചല്ല. SNDP യോഗത്തിന്റെ ചരിത്രം അതാണ്, പോരാട്ടത്തിന്റെ ചരിത്രമാണെന്നേ. എല്ലാ സാമൂഹ്യ തിന്മകൾക്കെതിരെയും നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി അത് സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് SNDP യോഗം. അതിലേതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ മാത്രം അഭിപ്രായം പറയുന്ന ആളുകളല്ല ആ സമുദായത്തിലുള്ളത്. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ SNDP യോഗത്തിന്റെ ഇന്നത്തെ ആ പൊസിഷനിൽ ഇരിക്കുന്നത് ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളല്ല ആ സമുദായത്തിൽപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ നിലപാടുണ്ടാവും, രാഷ്ട്രീയമായ നിലപാടുണ്ടാവും, അത് വേറെ കാര്യം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, SNDP യോഗം എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആ യോഗത്തിൽപ്പെട്ടവർ എന്തുകൊണ്ട് അതിശക്തമായി ആ സമുദായത്തിന്റെ ഭാഗമായ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, ആ മുഖ്യമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈഴവ സമുദായ അംഗമായ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ മുന്നണിക്കെതിരെ SNDP യോഗത്തിൽപ്പെട്ട ആളുകൾ വോട്ട് ചെയ്തെങ്കിൽ അത് പിണറായി വിജയൻ സ്വജാതിയായിട്ട് പോലും വോട്ട് ചെയ്യാതെ എതിർത്ത് വോട്ട് ചെയ്തെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവണ്ടേ? എന്തായിരിക്കും ആ റീസൺ? ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിലക്കയറ്റ പ്രശ്നം ഏതെങ്കിലും ജാതി തിരിച്ച് പരിഹരിക്കേണ്ട വിഷയമാണോ? ഈ നാട്ടിലെ തൊഴിലില്ലാത്ത പ്രശ്നങ്ങൾ, ഓരോ സഹകരണ സംഘത്തിലും നടക്കുന്ന പകൽക്കൊള്ളകൾ, സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന അഴിമതികൾ, ഈ അനീതികൾക്കെതിരെ SNDP യോഗാംഗങ്ങൾ മാത്രമല്ലെന്നേ, ഈ സമൂഹത്തിൽപ്പെടുന്ന എല്ലാ ആളുകളും വോട്ട് ചെയ്യും. അതിനെക്കുറിച്ച് പരിശോധിച്ച് പഠിച്ച് വിലയിരുത്തി തിരുത്തേണ്ടതിന് പകരം വെള്ളാപ്പള്ളി നടേശന്റെ നെഞ്ചത്തോട്ട് കയറാൻ പോയിട്ട് എന്താ കാര്യം? വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ നിലപാടുകളോ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേറിട്ട് ചർച്ച ചെയ്യാം. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായം ഞാൻ പറയാൻ തയ്യാറാണ്. പക്ഷേ SNDP യോഗത്തിലെ അംഗങ്ങളെല്ലാവരും ഇടതുപക്ഷ മുന്നണിക്കെതിരായി വോട്ട് ചെയ്തു, അല്ലെ UDFന് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ആ സംഘടന ഞങ്ങൾ പിടിച്ചേക്കുമെന്ന് പറഞ്ഞാൽ ആ പരിപ്പ് ഈ കലപത്തിൽ വേഗത്തില്ല. SNDP യോഗത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് അങ്ങനെ പറയുന്നത്. SNDP യോഗത്തിന്റെ ചരിത്രം നിങ്ങൾ നോക്കൂ.
കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെ നിങ്ങൾ നോക്കൂ. ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, കുമാരനാശാനാവട്ടെ, ഡോക്ടർ പൽപു ആകട്ടെ, ആർ ശങ്കർ ആകട്ടെ, സി കേശവനാകട്ടെ, ടി കെ മാധവനാകട്ടെ, കെ കെ വിശ്വനാഥനാകട്ടെ, എം കെ രാഘവനാകട്ടെ, ഈ വെള്ളാപ്പള്ളി നടേശന് മുമ്പ് നടന്നു വന്ന ആളുകൾ കടന്നുപോയ വഴികൾ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടെന്നേ. അല്ല, അതാരാണ് നിഷേധിക്കുന്നത്? അതാരാണ് നിഷേധിക്കുന്നത്? SNDP യോഗത്തെ മുഴുവൻ തള്ളിക്കൊണ്ടാണോ പാർട്ടി സെക്രട്ടറി പ്രതികരണം നടത്തിയത്, വാർത്താ സമ്മേളനം നടത്തിയത്? അല്ലല്ലോ. വെള്ളാപ്പള്ളി എടുത്ത നിലപാടെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞ രീതിയിലല്ല വെള്ളാപ്പള്ളി നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിമർശനം. വെള്ളാപ്പള്ളിയാണ് വിമർശിക്കുന്നത്. അല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ശ്രീനാരായണ തത്വങ്ങളും ദർശനങ്ങളും ഉയർത്തിപ്പിടിച്ച് നടക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ആ വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ ചെയർമാനാക്കിയത്? ഇവരല്ലേ? ഇവിടെ ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള വ്യക്തി ചർച്ചയിൽ പങ്കെടുത്തു. അത് പാർട്ടിയുടെ ഒഫീഷ്യൽ അഭിപ്രായമാണോ? ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണോ? അദ്ദേഹം വ്യക്തമാക്കട്ടെ. വെള്ളാപ്പള്ളി നടേശനെ ചവിട്ടി പുറത്താക്കണമെന്ന് കേരളത്തിലെ CPM-ന് അഭിപ്രായമുണ്ടോ? അവർ വ്യക്തമാക്കട്ടെ അവര്. അത് പാർട്ടിയുടെ അഭിപ്രായമാണോ? ഹസ്കറിന്റെ അഭിപ്രായം പറയാം. അത് CPM-ന്റെ അഭിപ്രായമാണോ? അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. CPM-ന്റെ അഭിപ്രായമാണോ എന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇവിടെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ കൊള്ളരുതാത്തവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടും സമീപനങ്ങളോടും വ്യത്യസ്തമായ അഭിപ്രായം കോൺഗ്രസിൽ പലർക്കും ഉണ്ടാവും, എനിക്കുമുണ്ടാകാം. പക്ഷെ എന്റെ ചോദ്യം, അങ്ങനെ ഒരാളെ ശബരിമല സംരക്ഷണ വിഷയവുമായി ബന്ധപ്പെട്ട്, വിശ്വാസ സംരക്ഷണ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പോരാട്ടത്തെ അതിജീവിക്കാൻ വേണ്ടി എന്തിന് മുഖ്യമന്ത്രി ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു സന്ദർഭത്തിൽ നിന്നും മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ പിണറായി വിജയന് താങ്ങും കരുത്തുമായ നവോത്ഥാന സമിതിയാണ്. തർക്കമുണ്ടോ സ്മൃതിക്ക്? ആ സമിതിയുടെ ചെയർമാനായ വെള്ളാപ്പള്ളി നടേശൻ നിലപാടുകളാണ് പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയ്ക്ക് ഉറപ്പ് നൽകിയത്. തർക്കമുണ്ടോ നിങ്ങൾക്ക്? ആ വെള്ളാപ്പള്ളി നടേശന് അപ്പോൾ കൊള്ളാം, ഇപ്പോൾ കൊള്ളില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ സാന്നിധ്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ അവസരവാദിയെങ്കിൽ അതിനേക്കാൾ വലിയ അവസരവാദി CPM അല്ലേ? മാത്രമല്ല, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിൽ അതിന് കാരണം വെള്ളാപ്പള്ളിയാണ് എന്ന രൂപത്തിൽ എങ്ങനെയാണ് അതിനെ കാണാനാവുക? വേഗം പൂർത്തിയാക്കൂ ശ്രീ അനിൽ ബോസ് പറഞ്ഞ ശേഷം. ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഇവര് CPM എന്ന് പറയുന്ന പാർട്ടിക്കും അതിന്റെ സെക്രട്ടറി ഗോവിന്ദനും, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്കും SNDP യോഗത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ SNDP യോഗത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഇല്ല, ഇനി വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ് അഭിപ്രായ വ്യത്യാസമെങ്കിൽ ആദ്യം അവർ ചവിട്ടി പുറത്താക്കട്ടെന്ന് നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന്. അത് പറയാനുള്ള തന്റെ ഇടമുണ്ടോ? ഹസ്കർ എങ്ങനെ തോറ്റു എന്ന് പരിശോധിക്കുമ്പോൾ ഈഴവ വോട്ടുകൾ മൊത്തമായി പോയി, അതിന് കാരണം വെള്ളാപ്പള്ളി നടേശനാണ് എന്ന ചെറിയ വട്ടത്തിലേക്ക് ആലോചന ചുരുങ്ങുകയാണോ CPM-ന്റേത്? ഈ വെള്ളാപ്പള്ളി വർഗീയ പ്രതികരണങ്ങൾ നടത്തുന്നതിനിടയിലും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ പെൻഷൻ കുടിശ്ശിക നിൽക്കുന്നു, ഇവിടെ ആളുകൾക്ക് സാധനങ്ങൾ കിട്ടാനില്ല, സപ്ലൈകോയിലെ അവസ്ഥ, ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന്മേലാണ് പരിഹാരം വേണ്ടത്. ഇപ്പോഴും കുടിശ്ശിക എങ്ങനെയാണ് നൽകാൻ പോകുന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അതിന്മേലാണ് പരിഹാരം വേണ്ടത്. അതല്ലാതെ SNDP യോഗത്തിൽ കയറി യോഗം നടത്തുകയല്ല വേണ്ടത്. ഈ നേരത്തെ ശ്രീ അനിൽ ബോസ് ചോദിച്ചതുപോലെ എന്തായിരുന്നു വെള്ളാപ്പള്ളിക്ക് ഈ നവോത്ഥാന സമിതി അധ്യക്ഷനാകാനുള്ള യോഗ്യത? ശബരിമല സമര പ്രക്ഷോഭകാലത്ത്, ആ സമരങ്ങളുടെ കാലത്ത്, പ്രക്ഷോഭം എന്നൊന്നും പറയാൻ പറ്റില്ല അതിനെ, ആ സമരകാലത്ത് ആ സമരത്തെ തള്ളി പറഞ്ഞു. അതിലപ്പുറം പറഞ്ഞ ഒരു വാചകം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് ഈഴവ സ്ത്രീകൾ ശബരിമലയിൽ പോകില്ല. അങ്ങനെ പറഞ്ഞ ഒരാളെയാണ് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാക്കിയത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ ചിന്ത? സ്മൃതി, ഇതിനെ കാണേണ്ടത് കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ ഹൈജാക്ക് ചെയ്യുന്നതിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന് കൃത്യമായ പങ്കുണ്ട് എന്ന് വ്യക്തമായ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അത് ശാഖകളും യൂണിയനുകളുമായി കേരളത്തിലെ വിവിധ ഘടകങ്ങളിൽ നിന്ന് SNDP യോഗത്തിന്റെ നേതാവ് എന്ന നിലയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് CPM-ന് വ്യക്തമായ വിവരങ്ങളുണ്ട്. കാരണം അത് CPM-ന്റെ ബോധ്യം കൂടി ആയതുകൊണ്ടാണ് ഇത്തരമൊരു. അങ്ങനെയാണെങ്കിൽ BN ഹസ്കർ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. ശ്രീ BN ഹസ്കർ, ആലപ്പുഴയിൽ യോഗം ചേർന്നപ്പോൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ, ഈ MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ തന്നെ ചേർന്നപ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ്: അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ആലപ്പുഴയിൽ സ്വാധീനം, തെക്ക് സ്വാധീനം, മലബാറിൽ എങ്ങനെ വോട്ട് ചോർന്നു? അവിടെയും വെള്ളാപ്പള്ളി എത്തിച്ചോർത്തിയതാണോ?
അങ്ങനെയല്ല. ഇതിൽ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾക്കനുസൃതമായി ശ്രീനാരായണ പ്രസ്ഥാനം കേരളത്തിൽ നൽകിയിട്ടുള്ള സമൂലമായ സംഭാവനകളെയും SNDP യോഗം നടത്തിയിട്ടുള്ള ഇടപെടലുകളെയും ഒരു തരത്തിലും നിരാകരിച്ചുകൊണ്ടല്ല ഇടതുപക്ഷം ഇക്കാര്യത്തിലൊരു കാഴ്ചപ്പാടെടുക്കുന്നത്, CPM ഒരു കാഴ്ചപ്പാടെടുക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം SNDP-യുമായി ജൈവബന്ധമാണുള്ളത്. ആ ജൈവബന്ധത്തിലേറ്റിട്ടുള്ള പ്രഹരം എന്ന നിലയിൽ അതിനൊരു വിഘാതമായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനെയും തലോടുകയും ഇടതുപക്ഷത്തെ തലോടുന്ന തരത്തിൽ മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിലെത്തുന്നതിനുള്ള സാധ്യതയുണ്ട് എന്ന തലോടൽ പ്രക്രിയയിലേക്ക് അദ്ദേഹം വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതിനുള്ള സമയമായിരിക്കുന്നു എന്ന് കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. കാര്യം CPM തീരുമാനിച്ചാൽ, CPM നിശ്ചയിച്ചാൽ കേരളത്തിലെ SNDP യോഗങ്ങളുടെ മഹാഭൂരിപക്ഷം വരുന്ന പ്രവർത്തകരും ശ്രീനാരായണരും ഇടതുപക്ഷത്തിനൊപ്പവും CPM-നൊപ്പവും ചിന്തിക്കുന്നവരാണ്. അത്തരത്തിലൊരു ഇടതുപക്ഷ മനസ്സ് SNDP യോഗത്തിനുള്ളിലും ശ്രീനാരായണീയർക്കുള്ളിലുമുണ്ട് എന്ന കൃത്യമായ ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട്, CPM-നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ തലോടൽ നയത്തിലേക്ക് മാറി ചിന്തിക്കുന്നതിനുള്ള ഒരു ഘട്ടത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിലപാടില്ലാത്ത ഒരു സാമുദായിക നേതാവായിട്ട് നിൽക്കുന്നത്. ഒരു സംശയം അല്ലല്ല, ഈ പറയുന്നത് പോലെ അല്ല, ഈഴവ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ ആ വോട്ട് ചോർന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി ഓരോരുത്തരോടും ഓരോ ശാഖയിലും ചെന്ന് അല്ലെങ്കിൽ യോഗം വിളിച്ചുകൊണ്ട് ഇത്തവണ ഇങ്ങനെ നിലപാടെടുക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കുന്ന രൂപത്തിലേക്ക് അവർ മാറിയെന്നാണോ? അങ്ങനെയെങ്കിൽ എന്ത് ഇടത് അനുഭാവമാണ് അവർക്കുള്ളത്? വെള്ളാപ്പള്ളി നിർദ്ദേശിക്കുന്നത് നടപ്പാക്കുന്നു എന്ന രീതിയിലാണോ ഉള്ളത്? അങ്ങനെയല്ല. കേരളത്തിലെ SNDP ശാഖകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ 27 കൊല്ലമായി അദ്ദേഹം ഇതിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നതോളം അദ്ദേഹത്തിന് കൃത്യമായി ഇടപെടാനും അദ്ദേഹത്തിന് അതിൽ സ്വാധീനം ചെലുത്തുന്നതിനുള്ള ഒരു മർമ്മപ്രധാനമുള്ള സ്വാധീന ശക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. ആ വസ്തുതകളുടെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹം BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയമായി നിലനിൽപ്പിൻ്റെ കൂടി അവസരം എന്ന നിലയിൽ ഇടപെടണം എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന ഒരു വിഭാഗം ശ്രീനാരായണെങ്കിലും കേട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷത്തിൽ നിന്ന് വോട്ടുകൾ ചോർന്നു പോയിട്ടുള്ളത്. മറ്റ് ഘടകങ്ങൾ പലപ്പോഴും ഗവൺമെൻറ്റിനെതിരെ ഉള്ള വികാരം വന്നിട്ടുണ്ട്. ആൻറ്റി ഇൻക്യുബേഷൻ ഫാക്ടർ അടക്കമുള്ള വികാരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. മാത്രമല്ല അതൊക്കെ മറ്റ് ഘടകങ്ങളെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതിനെ തുടർന്ന് അല്ലെങ്കിൽ സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് ഇതൊക്കെ ജനങ്ങൾക്ക് ഒരു വികാരമായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതൊക്കെ അദ്ദേഹം പറയുന്നതിനോടൊപ്പം തന്നെ ചേർന്നു നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ശാഖകളിൽ നിന്നും BDJS എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അസ്തിത്വം ഉറപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് തെളിവുകൾ സഹിതം CPM-ന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ കാര്യത്തിൽ അനുമാനിക്കാൻ. അതുകൊണ്ടാണല്ലോ CPM ഇത്തരത്തിൽ ശാഖകളിലെ പാർട്ടി അവരെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തെ ഈ നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കുകയല്ലേ? അതല്ലേ ഒരു സന്ദേശമാവുക? അങ്ങനെ ഒരു സന്ദേശം ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ നടത്തിയ തീവ്ര പ്രതികരണങ്ങൾക്കൊരു മറുപടി കൊടുത്തിട്ടില്ല. അതേസമയം ഈ വോട്ട് നഷ്ടപ്പെട്ട കാര്യത്തിൽ ശക്തമായ പ്രതികരണം, അപ്പുറത്തെ സംഘപരിവാറിനോട് അടുപ്പിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്യുന്നു. എന്താണ് ഒരു തടസ്സം വരുന്നത്? വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കാനാവില്ല പാർട്ടിക്ക് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയല്ലേ? അങ്ങനെ ഒരു ഉറച്ച നിലപാടിലേക്ക് പോകാൻ പറ്റില്ല. അതല്ലേ സത്യം? അങ്ങനെയല്ല. ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമല വിഷയം വന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി അന്ന് വന്ന ഉരുത്തിരിഞ്ഞൊരാശയം എന്ന നിലയിൽ കേരളത്തിലെ സമുദായ സംഘടന, അന്ന് ഹിന്ദു സമുദായ സംഘടനകളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സ്വാഭാവികമായും അന്ന് കേരള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്ന നിലയിൽ രൂപീകരിക്കുകയും അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അവരോധിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും അന്നും ഈ സമിതിയെ സംബന്ധിച്ചും കേരളത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു സമിതിയുടെ നിലപാടുകളെ സംബന്ധിച്ച് അദ്ദേഹം എടുക്കുന്ന സാമുദായിക വിദ്വേഷ നിലപാടുകൾ, സ്വാഭാവികമായി അപരമത വിദ്വേഷ പ്രചരണം നടത്തുന്ന തരത്തിൽ അദ്ദേഹം നടത്തുന്ന വർത്തമാനങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷവും കേൾക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് പടിക്ക് പുറത്താക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്. അത് ചെയ്യുക എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകൾക്കും പുരോഗമന മനസ്സുകൾക്കും അതൊരു വലിയ തോതിൽ ആശ്വാസമുണ്ട്. കോൺഗ്രസ്
ഒന്നും ഒരു കാലഘട്ടത്തിലും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്കൊക്കെ വെള്ളാപ്പള്ളി നടേശനെതിരെ നടത്താനുള്ള വിമർശനം നടത്തുന്ന ആർജവും അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടാനുള്ള ആർജവും നിലവിലില്ല. കാരണം അവരെപ്പോഴും NSSന്റെ കേന്ദ്ര ചങ്ങനാശ്ശേരിയിലായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ ചെന്നും രാഷ്ട്രീയ അഭയം തേടുന്ന നേതാക്കന്മാരുടെ കൂടാരമാണ് കോൺഗ്രസ് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും അവർക്ക് അത്തരത്തിൽ അഭിപ്രായം പറയുന്നതിനുള്ള ആർജവമോ അല്ലെങ്കിൽ മടിയോ ഉണ്ടാകും. ആ അപക്വമായ മനസ്സുകൾ അതിന് മറുപടി അനിൽ ബോസ് നൽകട്ടെ. ശ്രീ BN ഹസ്കർ, അപ്പോൾ തന്നെ ഈ യോഗത്തിന്റെ പ്രതിനിധികളാരും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അതേസമയം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് യോഗക്ഷേമ സഭയിലോ NSSലോ ഈ രൂപത്തിലൊരു യോഗം വിളിക്കാൻ പാർട്ടിക്ക് ധൈര്യമുണ്ടോ? അപ്പോൾ SNDP യോഗത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഈ നിലപാടെടുക്കൂ. ഇതാണ് അവർ പറയുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ചയായി വരുന്നത്. അല്ല സ്മൃതി, അത് CPMന് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. സ്വാഭാവികമായി CPMന് ഒരു ജൈവബന്ധം ശ്രീനാരായണീയരുമായുണ്ട്. അത് ദർശനത്തിൻ്റെ കാര്യത്തിലും സ്വാഭാവികമായി അവശത അനുഭവിച്ചിരുന്നൊരു സമൂഹം എന്ന നിലയിൽ അവരെ കൈപിടിച്ചുയർത്തുന്നതിനും അവരെ സംഘബോധം നയിക്കുന്നതിനും ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ദർശനം അതേപോലെ തന്നെ CPMനും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ബോധ്യം ശ്രീനാരായണീയർക്കിടയിലുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് CPMന് ആ ജൈവബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആ ജൈവബന്ധമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം, ആ പൊക്കിൾക്കൊടി ബന്ധമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളും ശ്രീനാരായണീയരുമായിട്ടുള്ളത്. അതുകൊണ്ടാണ് CPMന് അവിടെ ഇത്തരത്തിൽ ഒരു യോഗം വിളിക്കുന്നതിനുള്ള ധൈര്യം ഉണ്ടാകുന്നത്, ഇത്തരത്തിൽ യോഗം വിളിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ NSSO അതല്ലെങ്കിൽ മറ്റ് സമുദായ സംഘടനകൾക്കിടയിലും അത്തരത്തിൽ ഒരു ജൈവബന്ധമുണ്ടോ CPMന് എന്ന കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ അത് കൃത്യമായി അത് നിരാകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ കാണാൻ കഴിയും. കാര്യം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും കാഴ്ചപ്പാട്, നിലപാട്, മറിച്ച് അതിന് ശക്തി കൂട്ടുക എന്നുള്ളതാണ്. കാരണം ദ്വന്ദ്വമുഖങ്ങളിൽ നിൽക്കുന്ന രണ്ട് ദർശനങ്ങളിലേക്ക് ഒരുമിച്ചടിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ്. കാരണം ഈ സനാതനധർമ്മവും ഒരു ഘട്ടത്തിലും സനാതനധർമ്മവുമായി ചേർന്നു പോകുന്ന ദർശനമല്ല നാരായണ ഗുരുദേവൻ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സനാതനധർമ്മത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയും ജാതി തിരിച്ചു മനുഷ്യരെ വേർതിരിച്ചു കാണുകയും ചെയ്യുന്ന RSS അജണ്ടയ്ക്ക് പിന്നാലെ ശ്രീ വെള്ളാപ്പള്ളി നടേശനും മകനും പോകുമ്പോൾ അത് ശ്രീനാരായണ പ്രസ്ഥാനത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു എന്ന അഭിപ്രായം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. അത്തരത്തിൽ വലിച്ചിഴക്കപ്പെടേണ്ടവരല്ല ശ്രീനാരായണ പ്രസ്ഥാനം. കാരണം സ്വന്തമായി ഊർജം സംഭരിക്കുന്ന ഡോക്ടർ പൽപുവിനെയും കുമാരനാശനെയും പോലെ ക്രാന്തദർശികളായ നേതാക്കന്മാർ നേതൃത്വം നൽകിയിരുന്നൊരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ കസേരയിലാണ് ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നതെന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവണം. അത് ഉണ്ടാവാത്തതാണ് അദ്ദേഹത്തിന്റെ നിർഭാഗ്യകരമായ നിലപാടുകളുടെ അതിലപ്പുറമുള്ള തീരുമാനങ്ങളിലേക്ക് പോകാൻ എത്രത്തോളം CPMന് ധൈര്യമുണ്ട്, ഇടത് സർക്കാരിന് ധൈര്യമുണ്ട് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. മൈക്രോ ഫിനാൻസ് കേസിൻ്റെയൊക്കെ കാര്യം എന്തായി എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതെന്താണ് ഇപ്പോൾ അതിന്മേൽ അടയിരിക്കുന്നത്? കുറേ കാലമായല്ലോ അതിന്മേൽ അന്വേഷണം തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഘട്ടത്തിൽ അത് ഊർജിതപ്പെടുത്തുക, പിന്നീട് അതിന്മേൽ അടയിരിക്കുക, പിന്നീട് അത് വിസ്മരിക്കപ്പെടുക, ഇതൊക്കെ ഒരു രീതിയായി മാറുന്നുണ്ട്. താങ്കളിലേക്ക് വരാം. ശ്രീ BN ഹസ്കർ, കോൺഗ്രസിനെ കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടി. BN ഹസ്കർ ഇത്രയും നേരം സംസാരിച്ചു. ക്ഷമിക്കണം, അനിൽ ബോസ്. കോൺഗ്രസിനെ കുറിച്ച് വിമർശിക്കട്ടെ. വിമർശിക്കുന്നതിനൊന്നും ഞങ്ങളാരും എതിരല്ല. ഞാൻ NSS ആസ്ഥാനത്ത് പോയി കിടക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് പറയുന്നതിനോട് ഞങ്ങൾ NSS ആസ്ഥാനത്ത് മാത്രമല്ലല്ലോ പോകുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഹസ്കറിനുണ്ട്, അത് ഹസ്കർ തിരുത്തണം. SNDP ആസ്ഥാനത്ത് പോകുന്നവരാണ് ഞങ്ങൾ. സംശയം എന്താ കാര്യത്തിൽ? ശിവഗിരിയിൽ പോകുന്നവരാണ് ഞങ്ങൾ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും ആത്മീയ കേന്ദ്രമല്ലേ ശിവഗിരി. ഞങ്ങളുടെ ആരാ പോകാത്തത്? രാഹുൽ ഗാന്ധി പോയില്ലേ? സോണിയാഗാന്ധി പോയില്ലേ? രാജീവ് ഗാന്ധി പോയില്ലേ? ഇന്ദിരാഗാന്ധി പോയില്ലേ? ഞങ്ങളെല്ലാവരും ചെറുതും വലുതുമായ മുഴുവൻ ആളുകളും പോകുന്ന ഇടമാണെന്നേ. എല്ലാ വർഷവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ശിവഗിരി സന്ദർശിക്കാത്ത ഒരൊറ്റ കോൺഗ്രസ് നേതാവുണ്ടോ? ഞങ്ങളെല്ലാവരും പോവും, ശിവഗിരി പോവും. ഞങ്ങൾ SNDP ജനറൽ സെക്രട്ടറിയെ കാണേണ്ട സന്ദർഭത്തിൽ കണ്ടിട്ടുണ്ട്. വിയോജിപ്പുകൾ ഉണ്ടാവാം ചില സന്ദർഭങ്ങളിൽ. അതൊരു സമുദായവുമായി മാത്രമല്ലല്ലോ, അല്ലെ ഒരു നേതാവുമായി മാത്രമല്ലല്ലോ വിയോജിപ്പുകൾ ഓരോ വിഷയത്തിലും ഉണ്ടാകുന്നത്. വ്യത്യസ്തമായ എത്രയോ അനുഭവങ്ങളുണ്ട്. NSSുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലേ?
NSSുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നേ. NSS ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അഭിപ്രായ അല്ല, മന്ത്രിസ്ഥാനങ്ങളുടെ കാര്യം വരുമ്പോൾ NSSന് അങ്ങനെ പരാതി വരേണ്ട സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ. അത് അപ്പൊ തന്നെ പരിഹരിക്കുമല്ലോ. അതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഒരു കെ സുധാകരനുണ്ട്, പേരിനൊരു കെ സുധാകരനുണ്ട്. അതിലപ്പുറം എന്താണ്? കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ്, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി, ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കാണേണ്ടത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ MLA-മാർ ജയിച്ചു വരുന്നവർക്കാണ് ആ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സമുദായം തീരുമാനിക്കുന്ന കാര്യമല്ല. ഇനി അങ്ങനെ തന്നെ ജയിച്ചു വന്നാൽ ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, R. ശങ്കർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ലേ? അല്ലേ? നിങ്ങൾക്ക് തർക്കമുണ്ടോ അക്കാര്യത്തിൽ? SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന, SNDP യോഗം നേതാവായിരുന്ന, കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഒരാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പാർട്ടിയോടാണ് നിങ്ങൾ ചോദിക്കുന്നത് ഈഴവർക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിനും ആ മുഖ്യമന്ത്രി കസേര തെറിക്കാതിരിക്കുന്നതിനും ഏറ്റവും സഹായം ചെയ്ത കാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള വ്യക്തിയല്ലേ SNDP യോഗം ജനറൽ സെക്രട്ടറി? ഞങ്ങൾക്ക് വ്യത്യസ്തമായ വീക്ഷണവും വിയോജിപ്പും ഉണ്ടെങ്കിൽ പറയുന്നതിന് ആരെയും ഭയമില്ല, ഞങ്ങൾ പറയും. പക്ഷേ എൻ്റെ ചോദ്യം, ഈ പിണറായി വിജയനെ അധികാരത്തിൽ വരുത്താനും പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കാനും മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനം തിരുത്താനും വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇവർക്ക് മിടുക്കൻ അതിനുശേഷം ആക്ഷേപിക്കുന്നതിൽ പുലഭ്യം പറയുന്നതിൽ എന്താ കാര്യം? ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ചു, SNDP യോഗം പ്രസിഡന്റ് ആയിരുന്ന KK വിശ്വനാഥനെ ഗവർണറാക്കിയതാരാ? കോൺഗ്രസ് പാർട്ടിയല്ലേ? ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നില്ലേ MK രാഘവൻ? SN ട്രസ്റ്റ് സെക്രട്ടറി ആയിരുന്നു, SNDP ജനറൽ സെക്രട്ടറി ആയിരുന്നു, കേരളത്തിൽ മന്ത്രിയായിരുന്നില്ലേ, കോൺഗ്രസിന്റെ MLA ആയിരുന്നു. ഇനി പാർട്ടി BDS ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ കഥകളെ ഹസ്കർ പറയുന്നുണ്ടെങ്കിൽ പഴയ കഥ ഞാൻ പറയാം. SRP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായിരുന്നു SNDP യോഗത്തിന്, ഞങ്ങളുടെ ഘടകകക്ഷിയായിരുന്നേ. NSSനെ സംബന്ധിച്ചിടത്തോളം NSSന് ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടായിരുന്നു, NDP, ഞങ്ങളുടെ ഘടകകക്ഷിയായിരുന്നേ. ആ രണ്ട് പാർട്ടികളും പിന്നീടില്ല. അപ്പൊ രാഷ്ട്രീയ ഗതിവിഗതികൾ മാറുമ്പോൾ ചില സംഘടനകൾ വളരും, ചില സംഘടനകൾ താഴെ പോകും. അത് വെച്ച് നമ്മൾ പുലഭ്യം പറയേണ്ട കാര്യമില്ല. നമ്മൾ വസ്തുതാപരമായി ചർച്ച ചെയ്യുക. ഇടതുപക്ഷ മുന്നണിക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയനെ തിരുത്തണമെന്ന് പറയാൻ ആർജവമില്ലാത്ത ആളുകൾ ഇവിടെ വന്നിരുന്നിട്ട് മറ്റൊരാളുടെ തലയിൽ ഈ പാഹ്വാരം കെട്ടിവെച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങളത് ചൂണ്ടിക്കാണിക്കുമെന്നേ. ഇവിടെ പിന്നെ മറ്റൊരു കാര്യം, SNDP യോഗം ജനറൽ സെക്രട്ടറി ആവട്ടെ, NSS ജനറൽ സെക്രട്ടറി ആവട്ടെ, മറ്റേതെങ്കിലും മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ സഭാ മേലധ്യക്ഷന്മാരുടെ നിങ്ങൾ എടുക്കൂ, അവരുടെ സഭയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ അതിനനുസരിച്ചല്ലേ അവരൊക്കെ ഓരോ ഘട്ടങ്ങളിൽ അഭിപ്രായം പറയുന്നത്. അത് പറയാൻ അവരുടെ സ്വാതന്ത്ര്യമല്ലേ? നമ്മുടെ പാർട്ടിയുടെ താല്പര്യം അനുസരിച്ച് അവർ അഭിപ്രായം പറയണമെന്ന് ശടിക്കാൻ നമുക്കെന്താ കാര്യം? അങ്ങനെ അനുകൂലമായ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ SNDP യോഗത്തിന്റെ യോഗം വിളിക്കും, അല്ലെങ്കിൽ NSSന്റെ യോഗം വിളിക്കും എന്ന് പറയാൻ ഇവർക്കാരാ ആചാരം കൊടുത്തിരിക്കുന്നത്? അതൊന്നുമല്ല ജനാധിപത്യ ക്രമത്തിലെ ശരിയായ രീതി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ SNDP യോഗത്തിൽ പോയി ഫ്രാക്ഷൻ മീറ്റിംഗ് വിളിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ മനസ്സുണ്ട് എന്ന് പറയുന്നത് ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞവരോട് യോജിക്കുക. SNDP യോഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകൾക്ക് ഇടതുപക്ഷ മനസ്സുണ്ട്. കോൺഗ്രസിലും പെട്ട ഒരുപാട് നേതാക്കൾക്ക് ഞങ്ങൾക്ക് ഇടതുപക്ഷ മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ മനസ്സെന്ന് പറയുന്നത്? അത് CPM ഇന്ന് ഉയർത്തുന്ന പ്രത്യയശാസ്ത്ര വിരുദ്ധതയല്ല ഇടതുപക്ഷ മനസ്സ്. ഇന്ന് കാണിക്കുന്ന അറും കൊലയും അറും കൊള്ളയുമല്ല ഇടതുപക്ഷ മനസ്സ്. ഇടതുപക്ഷ മനസ്സെന്ന് പറയുന്നത് സാധാരണക്കാരനോടൊപ്പം നിൽക്കാൻ, അവന്റെ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ കൂടെ നിൽക്കാൻ, ഇത് അടിതൊട്ട് മുടിവരെയുള്ള കൊള്ളക്കാർക്ക് സ്വൈര്യവികാരം നടത്താനുള്ള ഒരു കൂട്ടു നിൽക്കണം എന്ന് പറയുന്നതാണ് ഇടതുപക്ഷ മനസ്സെങ്കിൽ അതല്ല SNDP യോഗത്തിലെ അംഗങ്ങൾക്കുള്ളത്. SNDP യോഗ നേതൃത്വത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ട SNDP യോഗ നേതാക്കളാണ്. പക്ഷേ SNDP യോഗത്തിൽ പെടുന്ന ബഹുമുഖമായ പാർട്ടികളിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവർ വിഷയാധിഷ്ഠിതമായി പ്രതികരിക്കും, അനീതിക്കെതിരെ പ്രതികരിക്കും. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സ്വസമുദായത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ മുന്നണിയെ പരാജയപ്പെടുത്താൻ വോട്ട് ചെയ്തെങ്കിൽ അതിന് തക്കതായ റീസൺ ഉണ്ട്. ആ റീസൺ നിങ്ങൾ കണ്ടുപിടിച്ച് തിരുത്താൻ നോക്ക്. ആ റീസൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്മൃതി ഒരു പടി കൂടി കടത്തി പറയാം. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ അച്ചാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു വ്യക്തിക്കും ആരും എഴുതി കൊടുത്തിട്ടില്ല. അതിൻ്റെ അകത്ത് സ്വതന്ത്രമായ അഭിപ്രായം പറയാനും സ്വതന്ത്രമായി നിലപാടെടുക്കാനും കഴിയുന്ന ആർജവമുള്ളൊരു സമൂഹമുണ്ട്. അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന്റെ കൊള്ളക്കെതിരെയാണ് അവർ വോട്ട് ചെയ്തത്. അതാ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കണം. ഞാൻ വരുന്ന സ്ഥലം എവിടുന്നാണെന്നറിയാം? കുട്ടനാട്ടിൽ നിന്ന്. കുട്ടനാടെന്ന് പറഞ്ഞ SNDP യോഗത്തിന് ബീജാഭാവം നൽകിയ 25 ശാഖകൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ വരുന്നത്. അതിൽ 1-2 ശാഖ ഇരിക്കുന്ന സ്ഥലത്ത് ആ പഞ്ചായത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് SNDP യോഗത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഹസ്കർ വന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇവർ പറഞ്ഞല്ലോ ജൈവബന്ധം. ഇവർക്ക് ഒരു ജൈവബന്ധവും ഇല്ല, ഒരു ജൈവബന്ധവും ഇല്ല.
എന്ത് ജൈവബന്ധം? അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനെ SNDP ജനറൽ സെക്രട്ടറി സഖാവ് VS അച്യുതാനന്ദനാണെന്ന്. അദ്ദേഹത്തിന് ചരിത്രം അറിയാൻ പാടില്ല. വെള്ളാപ്പള്ളി നടേശന്റെ വീടിന് മുമ്പിൽ 2 മാസക്കാലം തുടർച്ചയായി അദ്ദേഹത്തിനെ മൂത്രമൊഴിക്കാൻ പോലും വിടില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് സമരം നടത്തിയ നേതാവിന്റെ പേരാ VS അച്യുതാനന്ദൻ. SNDP വെല്ലുവിളിച്ചുകൊണ്ട്, SNDP അപമാനിച്ചുകൊണ്ട്, SNDP ജനറൽ സെക്രട്ടറിയെ ചിത്രബോധം ചെയ്ത നേതാവിന്റെ പേരാ VS അച്യുതാനന്ദൻ. എന്നിട്ട് നിങ്ങൾ പറയാണ് വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹമാണ് സഹായിച്ചത്, CPM ആണ് സഹായിച്ചത്. അതൊക്കെ വേറെ വല്ലവരോടും പോയി പറഞ്ഞാൽ മതി, എന്നെ പോലെ ഒരാളോട് പറയണ്ട. മനസ്സിലായില്ലേ? 2ാം നമ്പർ SNDP ശാഖായോഗത്തിന്റെ സ്ഥാപക കാലത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളുടെ മകന്റെ മകനാ ഞാൻ. അതിനുശേഷം SNDP ശാഖായോഗം പ്രസിഡന്റ് ആയിരുന്ന ആളുടെ മകനായിരുന്നു 25 വർഷം മുന്നേ. ഇപ്പൊ ഞാൻ സാമുദായിക പ്രവർത്തനത്തിലോ ഭാരവാഹിത്വത്തിലോ ഒന്നുമില്ല. ഞാൻ സ്കൂളിന്റെ മാനേജരും ശാഖാ പ്രസിഡന്റുമായിട്ട് ഇരുന്നിട്ടുണ്ട് 25 വർഷം മുമ്പ്. ഈ മൈക്രോ ഫിനാൻസ് ക്രമക്കേട് അങ്ങനെയൊന്നുമില്ല എന്നുള്ള അഭിപ്രായമാണോ അനിൽ ബോസിന്? കേട്ടില്ല. മൈക്രോ ഫിനാൻസ് ക്രമക്കേടില്ല എന്നൊരു അഭിപ്രായമാണോ അനിൽ ബോസിന്? മൈക്രോ ഫിനാൻസ് ക്രമക്കേടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് അന്വേഷിക്കേണ്ടതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? ഗുരുതരമായ ഒരു പ്രസ്താവന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പറഞ്ഞു. മൈക്രോ ഫിനാൻസിൽ കേസുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കാനുള്ള ആർജവവും തന്റെ ഇടവും കാണിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി. കാണിച്ചോ? അദ്ദേഹം തെറ്റായ നടപടികളിലൂടെ പോകുന്നെങ്കിൽ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം. തന്റെ ഇടമുണ്ടോ CPM-ന്, ഇടതുപക്ഷ മുന്നണിക്ക്, മുഖ്യമന്ത്രിക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു? തന്റെ ഇടമുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ഇദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷം ഒരു സെക്കൻഡ് സ്മൃതി ഒറ്റ സെക്കൻഡ് ഈ ചർച്ചയിൽ ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചു SNDP ജനറൽ സെക്രട്ടറിക്കെതിരെ. അത് പരിശോധിക്കപ്പെടണം. മതസ്പർദ്ധ വളർത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം നടത്തുന്നുവെങ്കിൽ സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരം ആരുടെയിലായിരിക്കുന്നത്? താങ്കൾ കണ്ടില്ലേ? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ആരാ? അതാണല്ലോ തുടക്കത്തിൽ ചോദിച്ചത്. അഡ്വക്കേറ്റ് പി കൃഷ്ണ, അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യം ഈ ലോക്സഭാ അങ്ങനെ പറഞ്ഞ പോലെ മതസ്പർദ്ധ വരുത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയെങ്കിൽ അപ്പോൾ തന്നെ കേസെടുക്കേണ്ടത് ഞാനാണോ? അല്ല, എടുത്തിട്ടില്ല. കേസെടുക്കാനുള്ള ആർജവം ഈ ഗവൺമെന്റ് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ശരി. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഈ തെരഞ്ഞെടുപ്പിൽ BDJS-ഉം SNDP യോഗവും 2 ആയിരുന്നില്ല, 1 എന്ന മട്ടിലായിരുന്നു. അപ്പോൾ BDJS-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ പോകുമ്പോഴും SNDP യോഗം എന്ന നിലയ്ക്ക് തന്നെയാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത്. ആ രൂപത്തിലേക്ക് BJP-ക്ക് ആ സ്വാധീനം വളർത്താൻ കഴിഞ്ഞു. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ പ്രതിഫലിക്കും എന്ന രൂപത്തിലാണോ BJP കാണുന്നത്? SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അനുകൂലമായ പ്രസ്താവനയും നടത്തിയിട്ടുണ്ട്. CPM സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതിനെയെല്ലാം കാണേണ്ടത് ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ആ സമുദായം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളോട് ഒപ്പം നിൽക്കുക എന്നുള്ളതോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നു പോവുക എന്നുള്ളതോ ആണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചത് വെള്ളാപ്പള്ളിയുടെ പരസ്യ പ്രസ്താവന മാത്രമല്ല. വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ SNDP യോഗം എന്ന നിലയ്ക്കാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത് BJP സ്ഥാനാർത്ഥിക്ക്, BDJS സ്ഥാനാർത്ഥിക്ക്. അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം ആ തരത്തിൽ മാത്രമല്ല, BJP-ക്ക് മാത്രമല്ല, മറ്റ് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വന്നിട്ടുണ്ടെന്നേ നമുക്ക് പരിശോധിച്ചാൽ കാണാമല്ലോ. നല്ല ആളുകളാണ്, നല്ല സ്ഥാനാർത്ഥികളാണ്. അദ്ദേഹം ഒരാൾക്ക് വോട്ട് ചെയ്യണമെന്നല്ലല്ലോ പറയുന്നത്. ആ സ്ഥാനാർത്ഥി നല്ലതാണ്, അല്ലെങ്കിൽ ആ പാർട്ടി നല്ലതാണ്, പ്രധാനമന്ത്രി നല്ലതാണ്, മുഖ്യമന്ത്രി നല്ലതാണ്. ആ തരത്തിൽ അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും വ്യംഗ്യമായും പല തരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അവകാശമുണ്ടെന്നേ. അതിലെന്താ തെറ്റുള്ളത്? അത് മനസ്സിലാക്കുന്ന ആളുകൾ, ആ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും. അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. ഇപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് CPM-നെ സംബന്ധിച്ച് അവർ അതിനകത്തൊരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. മുഖ്യമന്ത്രിക്ക് അനുകൂലമായും മുഖ്യമന്ത്രിക്ക് പ്രതികൂലവുമായി നിൽക്കുന്ന നേതാക്കന്മാരും പാർട്ടി ഘടകങ്ങളും വേർതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പാർട്ടിക്കകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾക്കിടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ശ്രീ ഹസ്കറിനെ പോലെയുള്ളവർ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പാർട്ടി സെക്രട്ടറിക്ക് അനുകൂലമാണ്. പാർട്ടി സെക്രട്ടറിക്ക് അനുകൂലമായി അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. അപ്പോൾ സ്വാഭാവികമായും CPM-നകത്ത് നടക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, SNDP യോഗത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കും, യോഗം വിളിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമകാലിക വിഷയങ്ങളുമായി അതിനെ കൂട്ടിച്ചേർത്ത് വായിക്കണം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്
ഒരു കാലഘട്ടത്തിൽ CPM-ന്റെ ഫൈനാൻസ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളായിരുന്നു. ആ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി CPM വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്ന അഴിമതികൾ, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, ആ തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കിടയിൽ ഇപ്പോൾ അവർ കാണുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സോ അതല്ലെങ്കിൽ ഒരു SNDP സമൂഹത്തിനുള്ള അവരുടെ സമുദായത്തിലുള്ള വലിയ സ്ഥാപനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങി CPM നോക്കിക്കാണുമ്പോൾ ഒരു സാമ്പത്തിക കണ്ണിലൂടെ ആ സമൂഹത്തെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ ആ സമുദായത്തെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരുടെ കൂടി സമ്പത്തിലേക്കും അവരുടെ കൂടി ആസ്തിയിലേക്കും കൈവെക്കാൻ ഞങ്ങൾക്കൊരു ശ്രമം നടത്താം. ഈ തരത്തിലുള്ള ചിന്താഗതികളുള്ള ആളുകൾ CPM-ൽ വളർന്നു വരുന്നുണ്ടാകാം. അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം ഈ തരത്തിൽ ചിന്തിക്കുന്നത്. അതിന് വോട്ടുമായി യാതൊരു ബന്ധവുമില്ല. അതിന് BJP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുമായി യാതൊരു ബന്ധവുമില്ല. അത് CPM കണ്ടെത്തുന്ന തെറ്റായിട്ടുള്ള ഒരു വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു സമൂഹത്തിനെതിരായി തിരികെയാണ്. അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. അതിൻ്റെ കാരണങ്ങൾ വോട്ടുമായതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ കാലം തെളിയിക്കപ്പെടേണ്ടതാണ്. സാമ്പത്തികമായ ലക്ഷ്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ മൈക്രോ ഫിനാൻസ് കേസ് എന്തായി? അതിലെന്താണ് BJP-ക്ക് പറയാനുള്ളത്? അതവർ പരിശോധിക്കേണ്ടതല്ലേ? എത്രയോ കാലങ്ങളായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ നടപടിയെടുക്കാത്ത പാർട്ടിയാണോ CPM? നടപടിയെടുക്കാത്ത പാർട്ടിയാണോ ഇടതുപക്ഷ ഗവൺമെൻറ്? അങ്ങനെ എത്ര ആളുകൾക്കെതിരെ കള്ളക്കേസും കള്ളനിലപാടുകളും നിലപാടുകൾ സ്വീകരിച്ച് പരസ്യമായി രംഗത്ത് വന്ന് കേസുകളെടുത്ത് അന്വേഷണം നടത്തുന്ന പാർട്ടിയാണ് CPM. അവരുടെ രാഷ്ട്രീയ എതിരാളിയെ, അവരുടെ ലക്ഷ്യങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ എത്രയോ കാലങ്ങളായി കള്ളക്കേസുകളിൽ കുടുക്കി കേസെടുത്ത് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് CPM. അങ്ങനെയുള്ള CPM-ന്റെ കയ്യിൽ ആയുധം കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഉപയോഗിക്കില്ല, അവരുടെ ഗവൺമെന്റ് ഉപയോഗിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇപ്പോൾ പാർട്ടി യോഗം വിളിക്കുക മാത്രമല്ലല്ലോ SNDP യോഗത്തിൽ നിയമവിരുദ്ധമായ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന പരിശോധനയ്ക്ക് കൂടി പാർട്ടി കടക്കേണ്ടതല്ലേ? ഇപ്പോൾ പലയിടത്തും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ്. 6 മാസം കഴിഞ്ഞാൽ പുതിയ കമ്മിറ്റി വേണമെന്നുള്ള കാര്യം നടപ്പാക്കുന്ന എത്ര ശാഖകളുണ്ട്? വർഷങ്ങളായി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിന്മേൽ ഈ ബൈലോയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താണ് ഈ കാര്യമൊക്കെ കണ്ടിട്ടില്ലെന്ന മട്ട് നടിക്കുന്നത്? സ്മൃതി, ഇക്കാര്യത്തിലൊരു കൃത്യമായ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന തരത്തിലേക്ക് SNDP മാറും എന്നുള്ളത് തന്നെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, എന്നെപ്പോലുള്ള ആളുകളുടെ കാലാകാലങ്ങളായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് കേരളത്തിലെ എയ്ഡഡ് കോളേജുകളും സ്കൂളുകളും കൃത്യമായി നിയമനങ്ങൾ PSCക്ക് വിടണമെന്നുള്ളതാണ്. സോ ഇതൊക്കെ ഒരു പണസമ്പാദനത്തിൻ്റെ മാർഗം എന്ന നിലയിൽ CPM ഇതിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതുതന്നെയായിരിക്കും CPM-ൻ്റെയും നിലപാട്. പക്ഷേ കാലാകാലങ്ങളിലായിട്ടുള്ള കേരളത്തിലെ സോഷ്യൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് അത് പറയാനുള്ള ധൈര്യം CPM-ഉം ഇടതുപക്ഷവും കാണിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. സ്വാഭാവികമായും അത് നടപ്പിലാക്കുന്നത് വഴി ഇത്തരം സാമ്പത്തിക കൊള്ളരുതായ്മകൾ ഇത്തരം സമുദായ സംഘടനകളുടെ കേന്ദ്രീകരണത്തിലേക്ക് വരാതിരിക്കുന്നതിനുള്ള സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കാനാകുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം എന്നെപ്പോലുള്ള ആളുകളൊക്കെ വർത്തമാനം പറയാനുള്ള ഊർജ്ജം ലഭിച്ചത് ശ്രീ ആർ ശങ്കറെ പോലെ ക്രാന്തദർശിയായിട്ടുള്ള ഒരു മഹാമനുഷ്യൻ്റെ സംഭാവനയായിട്ടുള്ള കൊല്ലം ശ്രീനാരായണ കോളേജിലൊക്കെ വിദ്യാർത്ഥിയായിരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഒരുപക്ഷെ അവിടെ അങ്ങനെ ഒരു വിദ്യാലയം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒരിക്കൽ പോലും വിദ്യാഭ്യാസം പോലും ചെയ്യാൻ കഴിയാതിരുന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ഇടതുപക്ഷവുമായി എല്ലാ കാലത്തിലുമുള്ള ആ അൽബോസൊക്കെ എത്ര നിരാകരിച്ചിരുന്നാലും ഒരു ജൈവബന്ധമുണ്ട് ഇടതുപക്ഷത്തിനും CPM-നും. ആ ജൈവബന്ധം തുടർന്ന് തന്നെ പോകും. നിങ്ങൾ അതിൽ ആകുലപ്പെടേണ്ട, വേവലാതിപ്പെടേണ്ട ഒരു വിഷയവും കാര്യത്തിലില്ല. CPM-ന് അറിയാം അപ്പോഴും ഈ കാവ്യവൽക്കരണത്തെ നിങ്ങൾ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ ഉള്ളടക്കം നശിപ്പിച്ചുകൊണ്ടുള്ള ഇടപെടൽ എന്ത് തരത്തിലുള്ള ഗുണമാണ് ചെയ്യുക? ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇടപെടുക, ഉത്സവങ്ങളിൽ ഇടപെടുക, ആ രൂപത്തിലേക്കൊക്കെ പോകുമ്പോൾ ഈ SNDP യോഗത്തിലെ ഇടപെടലും അത് ഏത് തരത്തിലാണ് ഗുണം ചെയ്യുക? ഇങ്ങനെയാണോ ഇടപെടേണ്ടത്? ഇങ്ങനെയാണോ വോട്ട് തിരിച്ചു പിടിക്കേണ്ടത്? അങ്ങനെയല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല. ഏതെങ്കിലും സമുദായമോ സാമൂഹിക ഘടനകളോ ഏതെങ്കിലും തരത്തിൽ കാവ്യവൽക്കരിക്കപ്പെടുന്നു എന്ന അപകടകരമായ പോക്കിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന ദൗത്യമാണ് ഇടതുപക്ഷം ഏറ്റെടുക്കുന്നത്, CPM ഏറ്റെടുക്കുന്നത്. രാഷ്ട്രീയവൽക്കരിക്കുക, അല്ലാതെ അതിലേക്ക് സമുദായത്തിൻ്റെ നേതൃനിരയിലേക്ക് CPM മാറുക എന്നുള്ളതല്ല കാണേണ്ടത്. മറിച്ച് ആ സമുദായ സംഘടനകളെയും നേതാക്കന്മാരെയും രാഷ്ട്രീയവൽക്കരിക്കുകയും ആ സാമൂഹിക
സംഘടനകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയിലേക്കാണ് പോകുന്നത്. കാരണം ആ പ്രക്രിയയാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടരുത് എന്നു തന്നെയാണ്. അത് സുചിന്തനമായിട്ടുള്ള പ്രഖ്യാപനമായി തന്നെ ഇടതുപക്ഷം കാത്തു സൂക്ഷിക്കുന്നു. പല രൂപത്തിൽ മാറ്റി എഴുതിയിട്ടുണ്ടല്ലോ ഹസ്കർ. അങ്ങനെയല്ല, അത് അങ്ങനെ മാറ്റി എഴുതപ്പെടാൻ കഴിയുന്നതല്ലല്ലോ. മതസഹിഷ്ണുത എന്ന് പറയുന്നത് പണ്ട് വിജയമാഷ് പറഞ്ഞതുപോലെ ഒരു ആശയം മാത്രമായി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം എല്ലാ കാലത്തും നാം പറഞ്ഞു വെക്കുന്നത് കൃത്യമായി ഇതിലൊരു നിലപാട് ഇടതുപക്ഷത്തിനുണ്ട്. മതം രാഷ്ട്രീയത്തിലും മതമില്ല എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, ജാതിയില്ല മതമില്ല എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോടും അമ്പലങ്ങളിൽ ഇടപെടാൻ നിർബന്ധിക്കുകയാണ്, ക്ഷേത്രങ്ങളിൽ ഇടപെടാൻ നിർബന്ധിക്കുകയാണ്, സമുദായ സംഘടനകളിൽ ഇടപെടാൻ നിർബന്ധിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം കൺഫ്യൂഷൻ പാർട്ടിക്കകത്തുണ്ട്. ബി എൻ ഹസ്കർ, ചോദിക്കട്ടെ, ഒരു തരത്തിലുള്ള ആശയം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ സമൂഹത്തോടും അങ്ങനെയല്ല, എല്ലാ സമൂഹത്തോടും ഒരേ കാഴ്ചപ്പാട് തന്നെയാണ് ഇക്കാര്യത്തിലുള്ളത്. മാത്രമല്ല, ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം CPM ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതിൻ്റെ കൂടിയാണ് അങ്ങയുടെ ഈ ചോദ്യം. ഒരു തരത്തിലും CPM ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമില്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും വാഴുന്ന സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്ന് പ്രഖ്യാപിക്കുന്ന ശ്രീനാരായണ ദർശനം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൻ്റെ മൂല്യബോധത്തിലുമുള്ളത്. അപ്പോൾ അതുതന്നെയാണ് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് കാഴ്ചപ്പാടായി ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു കാഴ്ചപ്പാട് ഇടതുപക്ഷം കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുത്തലുകൾ വരുത്താൻ കഴിയും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇടപെടലുകൾ, സാമൂഹികവുമായും സാമുദായികവുമായിട്ടുള്ള ഇടപെടലുകൾ CPM നടത്താൻ തീരുമാനിക്കുന്നത്. അതൊരു രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. കാരണം ഈഴവ സമുദായം ഈഴവ ശ്രീനാരായണീയരും ഒരു തരത്തിലും കാവ്യവൽക്കരിക്കാൻ പാടില്ലാത്തതാണെന്ന ബോധ്യം, അവരെ തിരിച്ചറിവിൻ്റെ ബോധ്യത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം, ചരിത്രപരമായ ദൗത്യമാണ് CPM ഏറ്റെടുത്തിരിക്കുന്നത്. ആ ചരിത്രപരമായ ദൗത്യം CPM ഭംഗിയായി നിർവഹിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് BN ഹസ്കർ.